സവാള ആ പിണറായി വിജയനെ ആക്രമിക്കാൻ മോദിയുടെ അച്ചാരവും വാങ്ങിച്ചോണ്ട് വെള്ളിക്കാശും വാങ്ങിച്ചോണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ തരത്തിലുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരട്ടലും വേഷം കെട്ടലും ഒന്നും എല്ലാവരുടെ അടുത്തും വേണ്ട. വലതുപക്ഷത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മിണ്ടാതെ കേൾക്കാൻ ശീലിക്കൂ. ദിസ് ഇസ് എ ഡിബേറ്റ്, പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. അപ്പോ എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ സ്ഥിരം പരിപാടിയാ, ഒരുമാതിരി ചർച്ച അലമ്പുന്ന പരിപാടി പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നരേന്ദ്രമോദി പോലെ തന്നെയാണ് പിണറായി വിജയൻ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പള്ളിയെല്ലാം നമ്മുടെ ടാർപോളിട്ട് മറച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്നത് അത് ഈ പിണറായി വിജയന്റെ കേരളമായോണ്ടാ. അത് കേരളത്തിൽ സമ്മതിക്കില്ല. കാളമൂത്രം പോലെ ഇങ്ങ് പറയുന്നുണ്ടായിരുന്നു. എമ്പൂരാൻ കാണാൻ ഈ മുഖ്യമന്ത്രി പ്രായത്തിൽ വൈകുന്നേരം സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നത് ഗുജറാത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യനോടുള്ള ഐക്യദാർഢ്യമാണ്. ആ മുഖ്യമന്ത്രി അപമാനിക്കാനും ആക്രമിക്കാനും ഇപ്പൊ ഇവിടെ ഒരാൾ എന്തെല്ലാം അപമാനകരമായ കാര്യം പറഞ്ഞു. കാളമൂത്രം പോലെ അനിൽകുമാർ ഇവിടെ ആളുകൾ സംസാരിക്കുന്നതിനെ കാളമൂത്രം എന്നൊക്കെ പറഞ്ഞു. സംസാരത്തെ മൃഗവിസർജനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് സംസാരിക്കുന്ന ഭാഗത്തുകൂടി വിസർജിക്കുകയും വിസർജിക്കുന്ന ഭാഗത്തുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന സിംബോളിക്കായി അങ്ങനെ പറയാവുന്ന മട്ടിൽ ശീലിച്ചു പോയതുകൊണ്ടാണത്. മലപ്പുറം ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല എന്നും പറഞ്ഞതിൽ തെറ്റില്ല, പറഞ്ഞ ആൾക്കും തെറ്റില്ല. പക്ഷെ ഈ നാടിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് കഴിയുമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. കേരളം ഒരു മതേതരത്വത്തിന്റെ തുരുത്താണെന്ന് ശ്രീ അബ്ജോദ് പറഞ്ഞ വളരെ നന്നായി. അതിനെ തകർക്കാനാണ് ഇപ്പൊ BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആള് ഒരു ചാനൽ തന്നെ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ അജണ്ട എന്ന് പറയുന്നത് മതനിരപേക്ഷ കേരളത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കാനാണ്. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ് CPM മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കേരളത്തെ ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയ പാർട്ടിയാണോ CPM? ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നവരും കേട്ടിട്ടില്ലേ? നമുക്കറിയാലോ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി നിങ്ങൾ ഇറക്കിയ ആളെ കൊള്ളാം. തേജസിന്റെ പഴയ പത്രാധിപർ വെള്ളാപ്പള്ളി നടേശന്റെ പഴയ കാര്യങ്ങളെല്ലാം ഇവിടെ ആധികാരികമായിട്ട് വിശദീകരിക്കുന്നത് തേജസ് എന്ന് പറയുന്ന ആ SDPI പത്രത്തിന്റെ പത്രാധിപരാ. ആ SDPI ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്തായിരുന്നു? തേജസിന്റെ പരിപാടി എന്തായിരുന്നു? മതനിരപേക്ഷ കേരളമാണോ? ഈ കേരളത്തിലെ വർഗീയവൽക്കരണത്തിന് ഇന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും തെറ്റായ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPI നടപ്പാക്കുന്നത്. അതിനെല്ലാം കഞ്ഞി വെച്ച് കൊടുത്തിട്ട് വൈകുന്നേരമായപ്പോൾ ഉടുപ്പിട്ട് വന്നിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ മതേതരത്വം പഠിപ്പിക്കാൻ. എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നമല്ല, ആത്മബലമാണ് ഏറ്റവും വലിയ ബലമെന്ന് ഗോവിന്ദദാസൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരപേക്ഷ രാഷ്ട്രീയമുള്ള പാർട്ടിയാണ്. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഇവിടെ പിന്നെ നിങ്ങൾ വേറൊരാളെ അവതരിപ്പിച്ചല്ലോ, കാളമൂത്രം പോലെ ഇങ്ങ് പറയുന്നുണ്ടായിരുന്നു. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. എന്താ പറഞ്ഞോണ്ടിരുന്നത്? നരേന്ദ്രമോദി പോലെ തന്നെയാണ് പിണറായി വിജയൻ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പള്ളിയെല്ലാം ഇതിട്ട് മറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടാർപോളിട്ട് മറച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്നത് അത് ഈ പിണറായി വിജയന്റെ കേരളമായോണ്ടാ. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. LDFന്റെ കേരളമായോണ്ടാ. വരട്ടെ, എന്താ കേരളത്തിൽ നടക്കാത്തത്? അത് കേരളത്തിൽ സമ്മതിക്കില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരു സിനിമ എടുത്തപ്പോൾ ആ എമ്പൂരാൻ കാണാൻ ഈ മുഖ്യമന്ത്രി പ്രായത്തിൽ വൈകുന്നേരം സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നത് ആരോടുള്ള ഐക്യദാർഢ്യ? ഗുജറാത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യനോടുള്ള ഐക്യദാർഢ്യമാണ്. അത് മതേതരത്വം അല്ലാതെ പിന്നെ വേറെ എന്താ ഉള്ളത്? ആ മുഖ്യമന്ത്രി അപമാനിക്കാനും ആക്രമിക്കാനും ഇപ്പൊ ഇവിടെ ഒരാള് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം അപമാനകരമായ കാര്യം പറഞ്ഞു. കാളമൂത്രം പോലെ നിങ്ങൾ മോദിയെ ആക്രമിക്കുക എതിർക്കുന്നുണ്ടെങ്കിൽ ആ മോദിയെ ഏറ്റവും എതിർക്കുന്ന ഒരു ബദൽ കേരളമല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഏതാ ബദല്? ആ പിണറായി വിജയനെ ആക്രമിക്കാൻ മോദിയുടെ അച്ചാരവും വാങ്ങിച്ചോണ്ട് വെള്ളിക്കാശും വാങ്ങിച്ചോണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് പിണറായി ആക്രമിക്കുകയാണ്. മുസ്ലിം വിരുദ്ധമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഇപ്പൊ ശ്രീ NP ചേക്കൂട്ടിയുടെ സിദ്ധാന്തം പച്ചക്കള്ളം. ഒന്ന് NP ചേക്കൂട്ടി തേജസിൽ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെയൊക്കെ പേര് നോക്കും. ഞാൻ സമയം പ്രമോദിന്റെയും അപഹരിക്കുന്നില്ല. പ്രമോദെ പറയാം. അല്ല, തേജസിന്റെ ചരിത്രം നോക്ക്. അഭിമാനം തേജസിനുണ്ടോ? അതൊക്കെ പറയാം. പിന്നെ പറയാൻ സമയങ്ങളെ അത് പിന്നല്ലോ എന്നും പറയാം. ഇവിടെ വേറെ പണിയല്ല ഈ പണിക്ക്. അല്ല, അത് അവസാനമാകുമ്പോൾ തർക്കിച്ച് സമയം കളയരുത്. പ്രമോദ് പറയൂ. അനിൽകുമാർ ദയവ് ചെയ്ത്. ഞാൻ അനിൽകുമാർ പറഞ്ഞപ്പോൾ സംസാരിച്ചെടുത്തപ്പോൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, വേറെ ആരും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതെ ഇവിടെ കമന്റ് ചെയ്തോണ്ടാ തിരിച്ചു പറഞ്ഞത്. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട, തന്നെ കൊണ്ട് സഹി കേട്ടിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് അനിൽകുമാർ ഇവിടെ ആളുകൾ സംസാരിക്കുന്നതിനെ
ആളുകൾ സംസാരിക്കുന്നതിനെ കാളമൂത്രം എന്നൊക്കെ പറഞ്ഞു. സംസാരത്തെ മൃഗവിസർജനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് സംസാരിക്കുന്ന ഭാഗത്തുകൂടി വിസർജിക്കുകയും വിസർജിക്കുന്ന ഭാഗത്തുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന സിംബോളിക്കായി അങ്ങനെ പറയാവുന്ന മട്ടിൽ ശീലിച്ചു പോയതുകൊണ്ടാണത്. അതുകൊണ്ട് ആ തരത്തിലുള്ള പേടിപ്പിക്കലുകളും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരട്ടലും വേഷം കെട്ടലും ഒന്നും എല്ലാവരുടെ അടുത്തും വേണ്ട. വലതുപക്ഷത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളും രാഷ്ട്രീയ വിചാരങ്ങളും കീപ് ക്വയറ്റ് നിങ്ങൾ പറയുമ്പോൾ കേട്ടിരുന്നല്ലോ. മിണ്ടാതെ കേൾക്കാൻ ശീലിക്കൂ. ദിസ് ഇസ് എ ഡിബേറ്റ്, പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. അപ്പോ എങ്ങനെയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊതു രാഷ്ട്രീയ അനിൽകുമാർ അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ മറ്റാളുകൾക്കൊക്കെ അഭിപ്രായം പറയാനുണ്ടായിരുന്നു. മറ്റാളുകൾക്കൊക്കെ ഇടയ്ക്ക് ഇടപെട്ട് അഭിപ്രായം പറയാനുണ്ടായിരുന്നു. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുകയും അതിനിടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ്. അങ്ങനെ പറയരുത്. അല്ല, അങ്ങനെയെങ്കിൽ ശ്രീ അനിൽകുമാർ പ്രമോദ് സംസാരിക്കുന്നത് കാളാമൂത്രം പോലെയാണെന്ന് പറഞ്ഞത് കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ഒരു ജനാധിപത്യ മര്യാദയില്ലാതെ ഒരു വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടന്നത് എന്തിനാണ്? അപ്പോൾ പ്രമോദ് സംസാരിച്ചോ? അപ്പോൾ തടഞ്ഞോ? അപ്പോൾ തടസ്സപ്പെടുത്തിയോ? ഇല്ലല്ലോ. ഇനി അയാളുടെ കൂടെ അയാൾ സംസാരിക്കട്ടെ. ഞാൻ വരട്ടി, ആരെ വരട്ടി? ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? അവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആരെ വരട്ടിയിട്ടില്ല. അത് ഞാൻ പ്രമോദ്, ഞാൻ കേക്ക് ഇതൊക്കെ സ്ഥിരം പരിപാടിയാ. ഒരുമാതിരി ചർച്ച അലമ്പുന്ന പരിപാടി പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാ, 2 കൊടുത്താലോ എന്ന്. പക്ഷെ അത് തരപ്പെട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു 2 കൊടുത്തേക്ക. എന്തിനാ ഏതിനാണെന്നും ചോദിക്കണ്ടെന്നേ, അല്ലാതെ ഇതിന് മരുന്നില്ലെന്നേ. കള്ളും കള്ളവും രാഷ്ട്രീയ അവസരവാദവും മതേതര വിരുദ്ധ രാഷ്ട്രീയവും ഒരുപോലെ വിൽക്കുന്ന ഒരു അധമ വ്യാപാരിയെ പോയി ആദരിക്കാൻ ആളുകൾ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും അയാളുടെ 4 മന്ത്രിമാരും വരി നിൽക്കുന്നു എങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ശവക്കച്ച പുതപ്പിച്ചുകൊണ്ട് അതിന്റെ 16 അടിയന്തരമാണ് ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് ഈ കേരളമെന്നും ഇത് പിണറായി ഉള്ളതുകൊണ്ടാണ് ഇവിടെ പള്ളി ടാർപോളിനിട്ട് മൂടാത്തത് എന്നൊന്നും പറയരുത്. അത് മൂടാത്തത് ഈ കേരളം ഇപ്പോഴും പിണറായി നടേശന്റെ കയ്യും പിടിച്ച് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കുന്ന അവസരവാദ രാഷ്ട്രീയത്തിലേക്ക് നടക്കാത്തത് കൊണ്ടാണ്. എന്നെ പറഞ്ഞാൽ ഇത് എന്റെ സാമ്രാജ്യമാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇത് എന്റെ സിംഹാസനമാണ്. അങ്ങനെ നടക്കാതെ ഒരു ആധുനിക സമൂഹത്തിലേക്ക് നടത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത്. ആ വർത്തമാനം ജനം കേൾക്കരുത് എന്നുള്ളത് കൊണ്ടാണ് CPM-ന്റെ പ്രതിനിധിയൊക്കെ വന്നിരുന്ന് ആ ചർച്ചയെ ഇവിടെ ബഹളം കൂട്ടി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സത്യം പറയുമ്പോ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ നേതാവും നടേശൻ മുതലാളിയും പൊക്കിപ്പിടിച്ച് നിന്നല്ലോ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ ഇങ്ങനെ വലിച്ചു താഴത്തിടുന്നതിന് വേണ്ടിയുള്ള ഒരു കേരളം ഇവിടെ ഉണ്ട് എന്ന് പിണറായിയെയും എന്തായി ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം.